വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇന്ന് നമ്മളിതാ ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. മനസ്സിലായി കാണുമല്ലോ എന്തിനായിരിക്കും എന്നുള്ളത്. വീഡിയോ കോളിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിക്കാൻ പോവായിരിക്കും. അതിനനുസരിച്ചുള്ള ടാസ്ക് നമുക്ക് ആരംഭിക്കാം. പാട്ടിന്റെ രൂപേണ നമുക്ക് തുടങ്ങാം. സംഗീതം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പോസിറ്റിവിറ്റി തരുന്നതാണ്. പലതിന്റെയും ലിറിക്സ് തെറ്റിച്ച് പാടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്നാലും ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും പാടും. ഞാൻ തെറ്റിക്കില്ല. ഞാൻ എന്റേതായിട്ടുള്ള എല്ലാത്തിനും ലിറിക്സ് അറിയാവോ? ഇല്ല, ഞാൻ സ്വന്തമായിട്ട് എഴുതും. ശരി, ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഞാൻ ലിറിക്സും തരാം, പാട്ടും തരാം, നിങ്ങൾക്ക് പാടാനുള്ള അവസരവും തരാം. ഒത്ത് പാടി തന്നാ മതി. യെസ്, ഞാൻ പാട്ട് നിർത്തി. അല്ല പ്ലീസ്. നന്നായിട്ട് പാടുന്ന ആളാണ്. മലയാളം പാട്ടായിരിക്കും, അത് ഹിന്ദി പാടരുത്. അല്ല, അത് പറയാൻ പറ്റില്ല. മിസ് ഇന്ത്യ, നമുക്ക് എല്ലാവർക്കും ഞാൻ അവസരം. ശരി, അപ്പൊ ഞാന് പാട്ട് ലിറിക്സ് എല്ലാം നിങ്ങക്ക് തരാൻ പോവാണ്. ആദ്യം നോക്കൂ, ഫസ്റ്റ് കണ്ടല്ലോ ലിറിക്സ് വന്നു. അഖിലെ പാടി തുടങ്ങുവാണോ? ചേച്ചി പാടിക്കോ. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗലാരവം ദ്രുതതാളം, തരളമധുര ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം, തരള മധുര മുരളിയുണര്, പ്രണയഭരിത കവിതയുണര്, മനസ്സു നിറയും അതുല ഹരിത മതമഹോത്സവം, വരവീണകൾ മൃദുപാണികൾ മതമൊടു തിരുവടി തൊഴുതൊരു ശ്രുതി ചേരണ മലിവോടതിലനുപദ മഴയായി മതിമുഖി മമ സഖി മയിൽ നട ഇവളുടെ നടനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം, തരള മധുര മുരളിയുണര്, പ്രണയഭരിത കവിതയുണരണ, മധു നിറയും മതഹരിത മദന മഹോത്സവം, വീണകൾ മൃദുപാണികൾ മരമടുത്തരം മലിമോട്ടതാരം പദമന മത പദമഴ മതിമുഖി മമ്മയ്ക്ക് LED വാളിൽ നോക്കി തെറി വിളിച്ച ലോകത്തിലെ ആദ്യത്തെ വ്യക്തികളാണ്. പൊരിഞ്ഞ പോരാട്ടം വരുന്നു. അതെ, സ്വന്തമായിട്ട് പറഞ്ഞോണ്ട് കുഴപ്പമില്ല. നിനക്ക് രാഹുൽ അല്ല പറ്റിയത്, നിനക്ക് വിജയ് യേശുദാസ്. ഞാനും ഓബിച്ചേട്ടനും ഒരുമിച്ചായിരിക്കും പറഞ്ഞു കേട്ടോ. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം, തരള മധുര മുരളി തരള മധുര മുരളിയുടെ പ്രണയഭരിത കവിതയുണരും, മനസ്സിനറിയും ഞാനിത് പാടണമെന്നുള്ളേ ഞാൻ വായിച്ചാൽ മതി. നിനക്ക് കവിതാ പാരായണത്തിന് നിനക്കാണ് ഫസ്റ്റ്. ശരി, ഒരു കാര്യം ചെയ്യാം. അടുത്ത നമുക്ക് ഇൻഡിവിജ്വൽ ഗെയിം തുടങ്ങുന്നത് നോബി ചേട്ടനാണ്. താകിട തകിതോടെ തകതിമി പാട്ടിന് ചിറക് കൊടുത്തൊരു തകർത്തി, താകിട തകിട തകിട തകതിമി കൂട്ടിന് കുഴൽ, അതിന് കുഴല് വിളിച്ചത് ആര് കുതിർത്തി, തകിട 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 തകതിമി, തകിട 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 തകതിമി, കടലും കരയും പകടകളിയും പുഴുകട തിരയും നുരയും കഥകൾ ഒരേ പതേ പറഞ്ഞാൽ നോക്കണം. ഇല്ല, കഥകൾ എഴുതി ചിരിക്കുന്നത് ഹോയ് ഹാ യാ. പക്ഷെ നിങ്ങളെ പോലെയല്ല ഹൊയ് ഹൈ സ്റ്റെപ്പ് വരട്ടെ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾ വന്നു, താഴെ വന്നു. മറ്റേ തകിട തകിട ഇല്ലേ 4 എണ്ണം, അത് ഒരുമിച്ച് പാടാമോ? ശരി, പാടിക്കോ. തകിട തകിട ആദ്യം പാടിയിട്ട് പാട്ട് മനസ്സിലായോ? പാട്ട് മനസ്സിലായി, എന്നാ പാടിക്കോ. താക്കിട തകിട തകിട തക തകതിമി, പാട്ടിന് ചിറകു കൊടുത്തൊരു സുഹൃതി, താക്കിട തകിട 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 തകതിമി, കൂട്ടിനു കുഴലു വിളിച്ചതൊരു തുകൃതി, സകിട തകിട തകിട തകതിമി, തകിട 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 തകിടതിമി, കടല് കരയും പടകട കളി പകിട കളിയിൽ മുഴുകണ, തിരയും നുരകി കഥകൾ അല്ലെങ്കിൽ ചിരിക്കണ. സൂക്ഷിക്കണം, ഇടയ്ക്ക് നിന്റെ കയ്യിൽ തകിട് കയറിക്കൊണ്ട് തീറ്റിയെടുക്കണം. അപ്പൊ ആക്കി പോട്ടാ പോകോ. താക്കിട തകിട തകിട തക തകതിമി, താട്ടിനു ചിറകു കൊടുത്തതൊരു സുഹൃതി, താക്കിട തകിട തകിട തകതമി, കൂട്ടിനു കുഴലു വിളിച്ചതൊരു കുസൃതി, താക്കിട തകിട തകിട തകതിമി, തകിട 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 തകതിമി, കടലും നുരയും പകിട കളിയിൽ മുഴുകണ്, തിരയും നുരയും കഥകൾ എഴുതി ചിരിക്കണം.
മനസ്സിലാക്കണം. ഹലോ ചുമ്മാരി 5 മിനിറ്റ് അവന് പഠിക്കാൻ സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയല്ല. ശരിയാ ശരിയാ. ഞങ്ങൾ സൂര്യ ഉദിക്കുമ്പോൾ ഞങ്ങളെ ഫ്രണ്ടിൽ ഇത് വന്ന് പാടാൻ പറഞ്ഞു. എന്താ കൊണ്ടുപോയി അപ്പീലൂടെ ലാസ്റ്റ് തിയേറ്ററാണ് ശരി എന്നാ ഡിബേറ്റ് പാടേണ്ട പാട്ടാണ് ആക്ച്വലി. തകിട 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 തക തക തിമി തകിട 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 തക പാട്ടിന് ചിറക് കൊടുത്തതൊരു സുഹൃത്തി തകിട 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 തക തക തിമി കൂട്ടിന് കുഴലി വിളിച്ചതൊരു കുസൃതി തകിട 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 തക തിമി തകിട 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 കഴിയും കടലിൽ പകിട കളിയിൽ തിരിയുന്നൊരേയും കഥകൾ എഴുതി ചിരിക്കണേ. പക്ഷെ ഞങ്ങൾ പഠിച്ച് ഇല്ലേ? അല്ല വേറെ സംഭവം ഉണ്ടേ. നാളെ ഞാനേ മസ്കറ്റിൽ പോണം. അവിടെ ഇത് പാടിയല്ല ഞാൻ. നമുക്ക് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. പാട്ടിനെ പറ്റി അഗാധമായി പഠിക്കാൻ വേണ്ടി നമുക്ക് താഴോട്ടേക്ക് ചെന്നാലോ? അത് സാധനം ചെയ്യാനോ? അല്ല മ്യൂസിക് കമ്പോസറിന്റെ അടുത്തേക്ക് നമുക്ക് പഠിക്കാൻ പോണം. അതായിരിക്കും നല്ലത്. തോന്നുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പൊ പ്രാക്ടീസ് ചെയ്യപ്പോ നമുക്ക് അങ്ങോട്ട് പാടാം. പിന്നെ മറ്റൊരു ഗാനമേള ഉണ്ട്. ഡയാന മറക്കരുത്. 3:30 വണ്ടി എടുത്തു. ഏത് രാഗത്തിൽ പുതിയ പാട്ട് കമ്പോസ് ചെയ്താലും അവസാനം വരുമ്പോ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടിന്റെ ടൂണിലേക്ക് വരും. ഇതാണ് ഇതിന്റെയൊക്കെ കുഴപ്പം. മ്യൂസിക്കിന്റെ പണിക്ക് വരണ്ടായിരുന്നു. പഴയ മൊസൈക്കിന്റെ പണിക്ക് പോയാൽ മതിയായിരുന്നു. എനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ട്. ഇത്രയും സമയമായി അവന് വരാൻ കണ്ടിട്ടില്ല. ആ സാറ് എഴുന്നള്ളുന്നുണ്ടല്ലോ. അയ്യോ നമസ്കാരം സാർ. സാറിത് എവിടെയായിരുന്നു ഇത്ര നേരമായിട്ട്? അയ്യോ സാറേ, വീട്ടിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആയിരുന്നു, അതാണ് വരാൻ താമസിച്ചത്. ഓ അപ്പൊ വീട്ടില് വൺ സെറ്റപ്പ് ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ. നമ്മക്കവിടെ ഒന്നും ഇല്ലാത്തത്. അതല്ല സാറേ, ഈ ഫുഡ് എന്ന് വെച്ചാൽ എന്തുവാ? ഭക്ഷണം, അക്കോമഡേഷൻ, താമസം. അപ്പൊ വീട്ടിൽ ആഹാരം കിട്ടാൻ താമസിച്ചു, അതുകൊണ്ടാണ് ഞാൻ വരാൻ താമസിച്ചത്. അതുകൊണ്ട് ക്ഷമിക്കണം. എനിക്കിങ്ങനെ അഞ്ഞാവിഞ്ഞ വർത്താനം പറഞ്ഞാൽ മതി. എടോ പാട്ട് കമ്പോസ് ചെയ്യാത്തേ നിന്റെ ഡയറക്ടർ എന്നെ പറയാത്ത ചീത്ത കണ്ടില്ല. നോ ഹാൻഡ്സ് നോ മാത്തമാറ്റിക്സ് എന്ന് വെച്ചാ കയ്യും കണക്കൂലെന്ന്. തനിക്ക് ഇംഗ്ലീഷ് പറയാമെങ്കിലേ എനിക്കും ഇംഗ്ലീഷ് പറയാൻ അറിയാടോ. പിന്നെ ഞാൻ ഇവിടെ ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ പാട്ടിന്റെ ഗാനരചയിതാവില്ലേ, അയാൾ ഒരു പാട്ട് റെഡിയാക്കി ഇവിടെ വെച്ചേക്കണം. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ കമ്പോസ് ചെയ്തിട്ട് നമ്മുടെ ചിന്തതുരയില്ലേ സിംഗർ, റിഹേഴ്സൽ ചെയ്തോളാൻ പറഞ്ഞേക്കാണ്. അവൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അയാള് വാട്സപ്പില് വേറൊരു പാട്ട് എനിക്ക് കിട്ടുമെന്ന്. ഏത് രാഗത്തിൽ പിടിച്ചിട്ടും കിട്ടണില്ല മോനെ. ഒരു കാര്യം ചെയ്യ് സാറേ, മായാ മാധവ് ഗൗളിയിലങ്ങ് പിടി. ഏത് മായ, ഏത് മാധവൻ, ഏത് ഗൗളി? താനൊക്കെ എന്ത് അസിസ്റ്റന്റ് ആണോ താനൊക്കെ? മായ മാധവ ഗൗളിയൊന്നുമല്ല, പിന്നെ മായ മാളവ ഗൗള. ഗൗളയാണോ കൗളയാണോ? ഗൗഡയാണോ? ഇല്ല, മായ മാളവ ഗൗള. അതാണ് ആ രാഗം. അതാണോ? ആ രാഗത്തിലൊക്കെ ഞാൻ പിടിച്ചു നോക്കി, ഒരു രക്ഷ കിട്ടണല്ല. കിട്ടുന്നില്ല. ഇല്ല. ഒരു കാര്യം ചെയ്യ് സാറ്, കല്യാണിയിലൊന്ന് പിടിച്ചു. ഓ കല്യാണിനെ പിടിച്ച് നിനക്ക് മതിയായില്ലേ? ഒരിക്കലും കല്യാണിനെ കയറി പിടിച്ചിട്ടാണ് അതിന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി ഇറക്കിയത്. മോഹനെ പിടിച്ചാലോ? മോഹൻ വന്ന കാലത്ത് എന്നെ കുത്തിരി പിടിച്ചിട്ടാ ഇവിടുന്ന് പോയത്, വീടിന്റെ റെന്റ് കൊടുക്കാത്തില്. ഇനി മോഹനെ പിടി. അല്ല, ഈ ടേപ്പൊക്കെ എന്തിനാ അളക്കുന്നത്? എടോ ഇതെന്റെ അല്ല, ആ ഗാനരചയിതാവിന്റെ ആണ്. അതിന് കേട്ടിട്ടില്ലേ, പാട്ട് എഴുതുമ്പോ എപ്പോഴും അളവിൽ എഴുതണമെന്ന്. അയാൾ അളന്നിട്ട് എഴുതിയിട്ട് പോയതാ. അതാ എനിക്ക് കമ്പോസ് ചെയ്യാൻ പറ്റാത്തത്. എന്തൊരു ഗതികേടാണെന്ന് നോക്ക്. അതൊക്കെ പോട്ടെ, പുതിയ സിംഗറാ വരുന്നത്. അയാൾക്കപ്പേ ഓർക്കസ്ട്ര ഫുള്ള് വേണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചേക്കാണ്. അപ്പൊ ഓർക്കസ്ട്ര തന്നെയാണ് ഏൽപ്പിച്ചേക്കണത്. എന്തായി കീബോർഡിന്റെ കേസ്? എന്തായി കീബോർഡിന്റെ കേസ്? സാറേ കീബോർഡ് കിട്ടിയില്ല. അവിടെ ഒരു ബോർഡിനകത്ത് ഒരു കീ നോക്കിയിട്ടുണ്ട്, അത് മതിയാവും. കീബോർഡ് കിട്ടേക്ക്. കീബോർഡ് ഞാൻ മറ്റവനെ മധുവിനെ വിളിച്ചോളാം. ഓ ഡ്രമ്മിന്റെ കാര്യം എന്തായി? ഡ്രം കിട്ടി സാറേ, പക്ഷെ കുറച്ച് കഴിവണം, ടാറുണ്ട്. അത് പോട്ടെ, ഋതം പാടുവോ? ഋതം പാടുമെന്ന് അറിഞ്ഞൂടാ, ഞാൻ അത്യാവശ്യം പാടും. നീ കക്കൂസലിരുന്ന് പാടിയാ മതി. സാറേ, ഒരു പ്ലേ ബാക്ക് സിംഗർ ആവാൻ കൊതിക്കുന്ന എന്നെ ബാത്റൂം സിംഗർ ഒക്കെ പോകണം സാർ. അതെ, നീ ബാത്റൂം സിംഗർ ആയാ മതി. അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ ക്ലോസിറ്റ് തരണം, അപ്പൊ തുണയടിച്ച് പാടാം. കുത്തിയിരുന്ന് പാടി എന്റെ ഊപ്പാട് വരും. ഇതെല്ലാം വിട്ടേക്ക്. എന്തായി മിക്സർ? മിക്സർ സെറ്റ് ആണോ? മിക്സർ സെറ്റ് അത് മതി. പെട്ടെന്ന് സെറ്റ് ചെയ്തോ, നമുക്ക് റെക്കോർഡ് ചെയ്യാം. ആ പാട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പൊ അത് സാറേ 10ന്റെ കിട്ടിയില്ല, 5ന്റെ കിട്ടിയിട്ടുണ്ട്. മിക്സർ അല്ലടാ, മിക്സറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏത് നേരം, അല്ലെങ്കിൽ എനിക്കറിയാം നിനക്ക് ഏത് നേരവും മദ്യപിക്കണം 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 എന്നൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂന്ന്. മോനെ, നമ്മൾ മദ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മുടെ ഭാവി നഷ്ടപ്പെട്ടു പോടാ. നമ്മൾ എപ്പോഴും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ മ്യൂസിക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ മ്യൂസിക്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. സാറ് മദ്യപിക്കാൻ പോവാണോ? ഒരിക്കലും ആര് പറയണ ഞാൻ മദ്യപിക്കാൻ പോകണത്? പിന്നെ നീ കൊണ്ടൊന്ന് മിക്സർ ഞാൻ തീർക്കാൻ പോവാണ്. ആ ബാധ്യത ഇരിക്കില്ലേ? ഉണ്ട്.
വേസ്റ്റ് ആക്കരുത് തോന്നുന്നു. അതാണ് സാറേ, കുറച്ച് പിക്ചർ ഞാനും തിന്നുന്നതിന് കുഴപ്പമുണ്ടോ? കഴിക്കൂ. മിച്ചർ കഴിക്കുക, ഇത് തീർക്കണം. അതാണ് നമ്മുടെ ഇത്. മോനെ, നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചറിലായിരിക്കണം നമ്മുടെ ഫ്യൂച്ചർ. ഇടയ്ക്ക് ഒരു അച്ചാർ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? നിന്റെ ആശാന മുഖത്ത് നോക്കി നീ സംസാരിക്കണം. എടാ, നീ സംസാരിക്കുമ്പോൾ എപ്പോഴും എന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. മനസ്സിലാവുണ്ടോ നിനക്ക്? സാറിന്റെ സ്റ്റാറ്റസ് ഒന്നും എനിക്ക് നോക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല എനിക്ക് സ്റ്റാറ്റസ്. എന്തുകൊണ്ട് നിനക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കി സംസാരിക്കാൻ പറ്റാത്തത്? സാറ്, എന്റെ കയ്യിൽ ഈ കോള് വരുന്ന ഫോണ് മാത്രമേ ഉള്ളൂ. സാറിന്റെ സ്റ്റാറ്റസ് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് സാറിന്റെ സ്റ്റാറ്റസ് നോക്കി സംസാരിക്കാനും പറ്റത്തില്ല. സോറി. എടാ, നിനക്കറിയാമോ, എന്ത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് കരകയറി വന്നവനാടാ ഈ വല്ലപ്പുഴ ചന്ദ്രൻ. ആണോ? ഇന്ന് കേൾക്കുന്ന പേര് കേട്ട മ്യൂസിക് ഡയറക്ടർ. 2 പീസ് ഓർക്കസ്ട്രയിൽ നിന്ന് ഞാൻ ഗാനമേള തുടങ്ങിയവനാണ്. ഇന്ന് ഞാൻ 12 പീസ് ഓർക്കസ്ട്രയിലെത്തി നിൽക്കുകയാടാ. സാറെന്ത് ഭാഗ്യവാനാ സാറ്. 2 പീസിൽ തുടങ്ങിയല്ലേ 12 പീസായില്ലേ? പിന്നെ? സാറ് രക്ഷപ്പെട്ടില്ലേ? ആര് പറഞ്ഞാണ് രക്ഷപ്പെട്ടത്? 2 പീസ് ഓർക്കസ്ട്രയായിട്ട് ഗാനമേളക്ക് പോയിട്ട് അത് പൊളിഞ്ഞ് കമ്മിറ്റിക്കാര് ആ ഓർക്കസ്ട്ര തല്ലി പിളിച്ച് 12 പീസാക്കി. ഒരു ചാക്കി കെട്ടി അത് ഞാൻ എന്റെ പറപ്പിന്റെ മുകളിലിട്ടിട്ടുണ്ട്. പക്ഷേ ഗാനമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഭ്രാന്താണ്. നിനക്കറിയാമോ, ഈ ഫെബ്രുവരി 12-ാം തീയതി ഡബിൾ പരിപാടി ഗാനമേള ഞാൻ പിടിച്ചേക്കുന്നത്. എവിടെയൊക്കെ? ഫസ്റ്റ് കളി തിരുവനന്തപുരം, സെക്കൻഡ് കളി കോഴിക്കോട്. അയ്യോ, ഇതൊക്കെ ഓടിയെത്തുവോ? ഓടിയെത്തിയില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ബോഡി വീട്ടിലെത്തും. അത് ഉറപ്പാ. പക്ഷെ ഇതെല്ലാം സഹിക്കുന്ന ആളാണ് എന്റെ ഭാര്യ, എന്റെ ഒപ്പം നിൽക്കുന്ന എന്റെ തങ്കക്കുടം. പക്ഷെ ഇന്ന് രാവിലെ എന്തോ ഒരു വർത്താനം പറഞ്ഞ് പ്രഷർ കയറി നിൽക്കായിരുന്നു. ഞാൻ ഒറ്റയടി അവളുടെ മുഖത്തിട്ട് കൊടുക്കും. കഷ്ടം തന്നെ സാറേ. എനിക്ക് ഭയങ്കര വിഷമം തോന്നിയാണ്. പുറത്തിറങ്ങിയപ്പോ ഒരുപാട് സങ്കടം തോന്നി. എന്നാലും എന്നെ കാത്ത് അവൾ അവിടെ ഇരിക്കും. ഞാൻ ചെല്ലാതെ അവൾ ഉറങ്ങില്ല, എന്നെ കാത്തിരിക്കണം. അതാണ് അവള്. അത്രയ്ക്ക് സ്നേഹമാണ് സാറിനോട്? സ്നേഹം കൊണ്ടല്ല, അടിച്ചാൽ തിരിച്ചടിക്കുക എന്നത് അവളുടെ ശീലമാണ്. എന്നെ തല്ലിയിട്ടാണ് ഉറങ്ങുള്ളൂ. കുറേ പോയി മേടിക്കണോടാ. നീ വരുന്നുണ്ടോ? എനിക്ക് വീട്ടിൽ കിട്ടുന്നുണ്ട്, പുറത്തുനിന്ന് മേടിക്കാറില്ല. നമസ്കാരം സാർ. നമസ്കാരം സാറേ. ആ, നമസ്കാരം. ആർട്ട് ഡയറക്ടർ. സാറെന്തേ കാണിക്കണേ? ആട്ടാ പറഞ്ഞു ഡയറക്ടറോട്. ഡയറക്ടറോട് ആട്ടാൻ പറഞ്ഞല്ല, ഞാൻ ഈ സിനിമയുടെ ആർട്ട് ഡയറക്ടർ ആണെന്ന് പറഞ്ഞതാ സാറേ. ഞാൻ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ വല്ലപ്പുഴ ചന്ദ്രൻ. വല്ലപ്പോഴും ചന്ദ്രനോ? അതെ, വല്ലപ്പുഴ ചന്ദ്രൻ. അത് ഞാൻ അസോസിയേറ്റ് ആണ്. ആഹാ, എപ്പോഴും ശശി. അത് കണ്ടറിയാം എപ്പോഴും ശശിയാണെന്ന്. പറ. അല്ല സാറേ, ഈ റൂം എന്റെ റൂമായിരുന്നു സാറേ. ആയിക്കോട്ടെ, എന്താ ഞങ്ങൾ മാറി തന്നോ? അല്ല, അയ്യോ അങ്ങനെയല്ല. സാറ് വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വേറെ റൂമിലേക്ക് മാറി. സാറിന്റെ ലക്കി റൂമാണല്ലോ ഇത്. അതെ, ഇവിടെ വെച്ചാണ് ഞാൻ പല പാട്ടുകൾ കമ്പോസ് ചെയ്തത്. എനിക്കറിയാം സാറേ. അവ നമ്മുടെ ഈ സിനിമക്ക് ഒരു ഓഫീസിന്റെ സെറ്റ് ഇടണമായിരുന്നു സാറേ. സെറ്റ് ഇട്ടോളൂ. അല്ല, ഇടാ. അതിനുള്ള പ്രോപ്പർട്ടി ലിസ്റ്റ് ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരുന്നു. അത് എടുക്കാൻ മറന്നോ? അതെടുക്കാൻ വന്നതാണ്. അത് എടുത്തോണ്ട് പോവാ. ഇവിടെ ഇല്ലേ? ഇല്ല, ഇവിടെ പ്രോപ്പർട്ടി ലിസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതല്ല. അതല്ല. എന്തായിരുന്നു ആ പ്രോപ്പർട്ടി ലിസ്റ്റ് ഒന്ന് പറയാമോ? ആ പ്രോപ്പർട്ടി ലിസ്റ്റിൽ കമ്പ്യൂട്ടർ, മൗസ്, മേശ, കസേര, ആക്സോ ബ്ലേഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആർട്ട് ഓഫീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് പ്രോപ്പർട്ടി ലിസ്റ്റ് ആയിരുന്നു. ആ പ്രോപ്പർട്ടി ലിസ്റ്റ് അത് പാട്ടാണെന്ന് കരുതി ഞാൻ കമ്പോസ് ചെയ്തു. അത് റിഹേഴ്സൽ നടക്കുകയാണ്. എന്നാ ഇനി ഒന്നുകൊണ്ട് പഠിക്കണ്ട. പ്രോപ്പർട്ടി ആയാലും ക്രീപ്പർട്ടി ആയാലും സാർ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ പാട്ടായി കളയും. വരികള് കിട്ടിയാൽ മതി, അപ്പോഴേ പാട്ടാ. കഴിഞ്ഞ ആഴ്ച എന്റെ കൊച്ചിന് വയറിളക്കത്തിന്റെ മരുന്നിന്റെ ഡോക്ടർ എഴുതി കൊടുത്തതിന്റെ തുണ്ടുണ്ടല്ലേ, അത് കിട്ടിയിട്ട് അതുവരെ പാട്ടാക്കി. അതിപ്പോ 10 മില്യണൊക്കെ അടിച്ച് കിടക്കുക. യൂട്യൂബില് ഞാൻ കണ്ടിരുന്ന. കൈവച്ചാൽ എന്ത് ഹിറ്റായിരിക്കും. ആണല്ലേ? പിന്നെ അതുപോലെ ഞാൻ എഴുതി വെച്ച ആർട്ടിന്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് വെച്ച് സാറുണ്ടാക്കിയ പാട്ട് എനിക്കൊന്ന് കേൾക്കണോ? കേൾക്കണം സാറേ. സിംഗർ ചിന്നതുര. ആര്? ചിന്നതുര. ആ, ചിന്നതുര. എടാ, നമ്മളാ പാട്ടില്ലേ ഇപ്പൊ ഞാൻ തോന്നുന്നു അത് ഞാൻ വൃത്തിയായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല കമ്പോസ് ചെയ്തത്. അല്ല, ഞാൻ പാടിയിട്ടുണ്ട്. നീ അത് പാടി ഒന്ന് കേൾപ്പിക്കണം. കേൾക്കട്ടെ. എന്ത് താൻ വർക്ക് കേട്ടോടാ. ഓക്കെ. നാല് കമ്പ്യൂട്ടറും മൗസും 6 കസേരയും കറങ്ങും ടേബിൾ 5 റൂമിൽ ചിപ്സ്
ദിവസം ബോർഡിൽ തീർത്തിടും ഞാൻ. പേപ്പർ കാർബൺ പേപ്പർ പേപ്പറിൽ പേപ്പർ വെയിറ്റും ചെറുപറ കറങ്ങും ഫാനും പിന്നെ കറകറ കറക്കും ഫോണും ചെറുപറ കറങ്ങും ഫാനും പിന്നെ കറകറ കറക്കും ഫോണും റെഡ് ക്ലോത്തിൽ കെട്ടും ഫയലും സ്റ്റീൽ നലമാരയും നാല് മുറിക്കാൻ ബ്ലേഡോ ഒട്ടിക്കാൻ ഫെവിക്കോളോ ഒട്ടിക്കാൻ മാറും പല പല കളറിൽ പെയിന്റുകൾ ചുമരിൽ നിറമായി തീരും ലൈറ്റുകൾ അങ്ങനെ തെളിയും നേരം കാണുന്ന ഓരോ ഞെട്ടും കാശുകൾ അങ്ങനെ വാരിയെറിഞ്ഞാൽ ഓഫീസ് സെറ്റായി മാറും ഞങ്ങൾ ഓഫീസ് സെറ്റായി മാറ്റും ഓഫീസ് സെറ്റായി മാറ്റോ ഓഫീസ് 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 sing a song everybody. എപ്പടി ഈ പാട്ട് നമ്മുടെ ഡയറക്ടർ കേട്ടാൽ അപ്പടി രണ്ടു മാസം ശ്രമിച്ചിട്ട് ഈ കളറുകൾ അങ്ങോട്ട് ഒക്കില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ആരും കാണാതെ ഇളക്കി ഒട്ടിക്കുക, അതാണ് നല്ലത്. ഹലോ ഹലോ ആ ഇത് മോട്ടിവേഷൻ സ്പീക്കർ അഭിഷാദ് ഗുരുവായൂരല്ലേ? അഭിഷാദ് ഗുരുവായൂരല്ല, അഭിഷേക് ഗുരുവായൂർ. ഈ വാഴ നനയുമ്പോ ചീരയും കൂടെ നനയുമല്ലോ. ചീര നനയ്ക്കുന്ന ആളാണോ? മോട്ടിവേറ്റർ അല്ലേ? അല്ല, മോട്ടിവേറ്റർ ആണ്. ഓക്കേ സാർ. സാർ ഞാൻ വിളിച്ചതേ വളരെ വിഷമത്തോടെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ. എന്റെ ഭർത്താവിന് എന്നോട് ഒരു തരി സ്നേഹമില്ല സാർ. ആണോ? ആ സാറേ, എന്റെ ഭർത്താവിനെ എന്നോട് സ്നേഹം ഉണ്ടാവാൻ വേണ്ടിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു നോക്കി. എന്തൊക്കെ ചെയ്തു? ഞാൻ പല കാര്യങ്ങൾ ചെയ്തു സാറേ. ഞാൻ പുള്ളിയുടെ ഫോണില് വാൾപേപ്പർ ആയിട്ട് എന്റെ ഫോട്ടോ വെച്ച്. ആണോ? പിന്നെ അതേപോലെ പുള്ളി ലാബ് തുറക്കുമ്പോ ഫ്രണ്ടിൽ എന്റെ ഫോട്ടോ, പിന്നെ പുള്ളി പേഴ്സിൽ എന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് പുള്ളിയുടെ നെഞ്ചത്ത് ഞാൻ എന്റെ ഫോട്ടോ ടാറ്റു വരെ അടുപ്പിച്ച്. എന്നിട്ടും പുള്ളിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല സാറേ. ഇപ്പൊ കാര്യം മനസ്സിലായി. നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ഈ തിയേറ്ററിലെ സിനിമാ ടിക്കറ്റ് കീറാൻ നിൽക്കുന്നവന്റെ അവസ്ഥയാണ്. 4 നേരം ഒരേ പടം തന്നെ കാണണം, അതും ഓഞ്ഞ വൃത്തികെട്ട പടം. നിങ്ങളുടെ ആ ഫോട്ടോ എടുത്ത് മാറ്റി, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് നഷ്ടപ്പെടും, ഉള്ള സ്നേഹവും പോവും. സന്തോഷമായില്ലേ? സന്തോഷമായില്ലേ? ഇനി ഒരു കാര്യം ചെയ്യൂ, ഒരു 1000 രൂപ എന്റെ ഗൂഗിൾ പേയിലോട്ട് ഇടൂ, ഞാനും സന്തോഷവാനാവട്ടെ. ഓക്കെ. അങ്ങനെ രാവിലത്തെ സന്തോഷം കിട്ടി. അയ്യോ, ആരെയോ മോട്ടിവേഷൻ ചെയ്തോണ്ട് ഇരിക്കുകയാണ്. മനുഷ്യ, നിങ്ങൾ നാട്ടിൽ സകല വീട്ടുകാർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടല്ലോ, സ്വന്തം വീട്ടിലെ സന്തോഷം സമാധാനം പോയിട്ട് ഈ എത്ര കാലം വല്ല ബോധമുണ്ടോ? എന്റെ ഭാര്യയെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എല്ലാം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നിങ്ങൾ പറയുന്നത് എല്ലാം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ രാവിലെ കഴിക്കുന്ന ദോശയെ സ്വയം പോയി അങ്ങ് ഉണ്ടാക്ക്. പിന്നെ ചമ്മന്തി അരിക്കാൻ തേങ്ങയില്ല, അതും സ്വയം തെങ്ങി കയറി അങ്ങ് ഇട്ട്. അയ്യോ, ഈ കോട്ട് വിട്ടോണ്ട് ഞാൻ തെങ്ങിക്കയറാനാ? അപ്പൊ രാവിലത്തെ ആഹാരം ഇല്ല, പട്ടിണി. ഹലോ, നമസ്കാരം സാറേ. മനസ്സിലായ KK ബ്രദേഴ്സ്? ഇന്നലെ വിളിച്ച KK ബ്രദേഴ്സ്. അതെ സാർ. 80 കിഡ്സ്. മനസ്സിലായി. കൊച്ചാപ്പി, കുഞ്ഞാപ്പി. നിങ്ങളെ കാര്യങ്ങളെല്ലാം ഞാൻ ഫയലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ KK ബ്രദേഴ്സ് എന്ന ചായക്കട അല്ലേ? ഇന്നലെ കടയിൽ വന്നത് ആകെ 3 പേർ. അതിൽ 2 പേര് പറ്റി പറഞ്ഞിട്ട് പോയി. ഒരാൾ ഗൂഗിൾ പേ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പോയി. ചായക്കടയിലെ കണ്ണാടി പെട്ടിയിൽ പൂത്ത 3 മോദകവും ഒരാഴ്ച പഴക്കമുള്ള 2 ഉണ്ണിയപ്പം. ഈ പലഹാരങ്ങളൊക്കെ ഞങ്ങളെ നമുക്ക് കൊഞ്ഞണം കുത്തു വന്നു. സമയത്തിന് വിൽക്കണം, ഇല്ലെങ്കിൽ കൊഞ്ഞണം കുത്തി കാണിക്കും. അല്ല, സാറിന് ഇതൊക്കെ എങ്ങനെ അറിയാം? അതെ, ഞാൻ മോട്ടിവേഷന് പോയി കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ട് അയാളെ കുറിച്ച് പഠിക്കും, എന്നിട്ട് അത് ഫയലാക്കും. ഒരാളെ കാര്യങ്ങൾ ഫയലാക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. മനുഷ്യ, എത്ര നേരം നിങ്ങൾ ദോശ ചൂടാൻ പറഞ്ഞിട്ട് ചുട്ടോ? ഈ വീട്ടിലെ എന്തൊക്കെ ജോലികൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട്? തറ തുടയ്ക്കാനുണ്ട്, തുണി അലക്കാനുണ്ട്, പാത്രം കേൾക്കാനുണ്ട്, കുട്ടികളെ കുളിപ്പിക്കാനുണ്ട്. ഇത് വല്ല ബോധം നിങ്ങൾക്ക് ഉണ്ടോ? കോട്ടും സൂട്ടിട്ട് ഇറങ്ങിക്കൂടി രാവിലെ തന്നെ. മര്യാദയ്ക്ക് അങ്ങോട്ട് വന്നോ.
അപ്പൊ ഇത് ഫയലാക്കിയിട്ടില്ലല്ലേ? ഇതൊരു ഫയലിന് കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ ഫയലാക്കാൻ വേണ്ടി നിന്നില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങളുടെ കടയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ പറയുന്നത്, നിങ്ങളുടെ കട ഉയരണമെങ്കിൽ നിങ്ങൾ മാറണം. ഞങ്ങൾ മാറി കഴിഞ്ഞാൽ പിന്നെ കടയിൽ ആരിയിരിക്കും? അതല്ല, നിങ്ങൾ തുണി മാറണം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കടയിൽ നഗ്നരായിട്ടിരിക്കണോ? ഇതാണ് പഴയ ആൾക്കാർ. ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ ഈ വൃത്തിയായിട്ട ഡ്രസ്സില്ലേ, ഇത് മാറ്റണം. ഈ ഡ്രസ്സ് കണ്ടാലേ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കൂല. ചുമ്മാതല്ല, മെനഞ്ഞാന്നൊരു ചാപാരിപ്പെട്ടി നമ്മുടെ കടയിൽ വന്നിട്ട് തിരിഞ്ഞു പോയത് നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം, എന്റെ അനുഭവം തന്നെ എടുക്കാം. പണ്ട് ഈ ജംഗ്ഷനിലുള്ള കലിങ്കിലിരുന്ന് ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോ ആ ആൾക്കാർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഏതാ വട്ടുള്ള മനുഷ്യരെന്ന്. ഞാൻ ഒരു കോട്ടും വാടകയ്ക്ക് എടുത്ത് യൂട്യൂബിൽ കയറിയിരുന്ന് ഇതേ കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഈ ആൾക്കാരെല്ലാം പറഞ്ഞു, വാട്ട് എ മാൻ. അങ്ങനെ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഡ്രസ് കോഡ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വളരും. ഡ്രസ് കോഡ് മാറ്റുന്നത് പോലെ തന്നെ ട്രെൻഡി ഫുഡുകൾ നമ്മൾ കൊടുക്കണം. അങ്ങനെ ഈ പഴയ ഫുഡുകളൊന്നും കളയരുത്. അല്ല, പഴയ ഫുഡൊക്കെ കളയണമെന്നല്ലേ സാർ? അതൊക്കെ പണ്ട് ബിസിനസ് മാറ്റി പിടിക്കൂ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കൂ. ഇതെന്താന്ന് മനസ്സിലായോ? കുട്ടവഞ്ചി. കുട്ടവഞ്ചി അല്ല, പിന്നെ ചട്ടി. ഇതൊരു ചട്ടിയാണ്. ഈ ചട്ടിക്ക് എത്ര രൂപ? 40 രൂപ. 40 രൂപ. ഇതിലോട്ട് നമ്മൾ കുറച്ച് പഴഞ്ചോറ് അങ്ങോട്ട് ഇടുന്നു. ഇതിലോട്ട് നമ്മൾ ചെലവാകാതിരിക്കുന്ന കുറെ കറികൾ അങ്ങോട്ട് ഒഴിക്കുന്നു. ഇതിന്റെ മുകളിൽ കുറച്ച് ബീഫ് അങ്ങോട്ട് ഇടുന്നു. ബീഫിന് എത്ര രൂപ? 60 രൂപ. അതിന്റെ മുകളിൽ ഒരു വിലയില്ലാത്തൊരു വാഴയില അങ്ങോട്ട് വെക്കുന്നു. ഇതിനെ നമ്മൾ കെട്ടുന്നു. ഇപ്പൊ എത്ര രൂപയായി? 100 രൂപ. 100 രൂപ. ഇതിനെ നമ്മൾ 300 രൂപയ്ക്ക് ചട്ടിച്ചോറായിട്ട് കൊടുക്കുന്നു. ചട്ടിച്ചോറല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ ഇതെല്ലാം പോട്ടെ, നമുക്കിതങ്ങ് കളയാം. ഇനി കടയിലുള്ള തലേ ദിവസത്തെ പൊറോട്ട, ഒരു 3 പൊറോട്ട ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ എടുത്ത് നമ്മൾ വേറൊരു ഇലയിൽ ഇങ്ങനെ ആക്കുന്നു. അതിനെ നമ്മൾ കിഴിയായിട്ട് ഇങ്ങനെ കെട്ടുന്നു. കിഴിയായിട്ട് കെട്ടിയിട്ട് അതിനെ ആവി കയറ്റുന്നു. ആവി കയറ്റിയിട്ട് 200 രൂപയ്ക്ക് നമ്മൾ കിഴി പൊറോട്ടയായിട്ട് കൊടുക്കുന്നു. ഇത് ലാഭമാണ്. പിന്നെ നിങ്ങളുടെ കടയിൽ ഓറഞ്ച് ഉണ്ടെന്നിരിക്കട്ടെ, ഈ ഓറഞ്ച് അഴുകിപ്പോയി, കളയരുത്. മ്യൂസിയത്ത് കൊണ്ട് കൊടുക്കണോ? മ്യൂസിയത്ത് കൊടുക്കണമെന്നല്ല, ഇതിന്റെ തൊലി പൊളിച്ച് നമ്മൾ അതിനെ അടിച്ച് ജ്യൂസ് ആയിട്ട് കൊടുക്കുന്നു. ഇത് അഴുകിയെന്ന് നമുക്കല്ലേ അറിയാവൂ. നമ്മൾ ഇതിനെ ജ്യൂസ് ആയിട്ട് ഐസ് ഇട്ട് കൊടുക്കുന്നു. ഓറഞ്ച് ജ്യൂസ് അവർക്ക് കൊടുക്കും. അയ്യോ, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല, ഇത് ഫ്രഷാ. ഫ്രഷാ. കുടിച്ചോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടയുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ പൊളിക്കണം. ഫ്രണ്ട് പൊളിക്കാൻ പറ്റത്തില്ല. ഫ്രണ്ട് പൊളിക്കണം. അച്ഛനുണ്ടെന്ന്, അച്ഛന്റെ ഫോട്ടോ ഉണ്ടെന്ന് അവിടെ. അച്ഛൻ പഴയതല്ലേ, കട പുതിയതല്ലേ, പഴയ അച്ഛനെ വേണോ? അച്ഛനെ വേണം. അച്ഛനെ വേണമെന്ന്. ഈ അച്ഛൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? അച്ഛൻ വെള്ള ചുപ്പിയും മുണ്ടെടുത്തതാ ഇങ്ങനെ ഫോട്ടോയില്. ആ ഫോട്ടോ തന്നെ നെഗറ്റീവാണ്. നെഗറ്റീവ് അല്ലാതെ ഞങ്ങൾ കളറാക്കിയെന്നു. അതല്ല, അത് നെഗറ്റീവ് എനർജിയാണ്. ആ ഫോട്ടോയെ കൊണ്ടുപോയി നമ്മൾ ഫോട്ടോഷോപ്പ് വഴി അച്ഛന്റെ ജുബ്ബ മാറ്റി കോട്ടാക്കണം. എന്നിട്ട് ഇങ്ങനെ ഇരുത്തിക്കണം. അതെന്തിന്? അംബാനിമാരുടെ അച്ഛന്റെ ഫോട്ടോ കണ്ടിട്ടില്ലേ? അവരുടെ ബിസിനസ് സ്ഥാപനത്തിലെല്ലാം അംബാനിയുടെ ഫോട്ടോ ഇങ്ങനെയാണ്. അമ്പാനിയുടെ ഫോട്ടോ എന്ന് പറയില്ലേ? ഇത് നിങ്ങളുടെ അച്ഛനല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്? അതെ. അപ്പൊ ഇത് നിങ്ങളുടെ ഹോട്ടലല്ലേ? ഓ, അങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഈ ഹോട്ടലിന്റെ പേര് നമ്മൾ മാറ്റും. KK ബ്രദേഴ്സ് എന്നുള്ളത് മാറ്റി റോക്കറ്റ് ബ്രദേഴ്സ് എന്നാണ്. അത് കൊള്ളാം കേട്ടോ. അങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? എല്ലാ പ്രശ്നം മാറിയില്ലേ? ഇതൊക്കെ ഞങ്ങൾ ചെയ്ത ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും. പ്രശ്നങ്ങൾ തേടി നമ്മൾ പോകരുത്, പിന്നെ പ്രശ്നങ്ങൾ നമ്മളെ തേടി വരണം. ചേട്ടാ, ഇതുപോലെ അല്ല, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. കേക്ക് നമ്മള് ജ്യൂസ് കുടിച്ചല്ലോ. കഴിക്ക്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. നല്ല സോഫ്റ്റ് കേക്കാണ്. നമ്മള് വാരിട്ടാലേ അങ്ങ് അലിഞ്ഞു പോവും. അടിപൊളി കേക്ക് എടുക്ക്. ഇവിടെ വെക്കുന്നുണ്ടേ, ഇത് മൊത്തം കഴിക്കണേ. ചേട്ടാ നോക്കിക്കോണ്ടേ. സത്യം പറഞ്ഞ എന്താ തങ്കപ്പെട്ട സ്ത്രീ അല്ലേ? ഗസ്റ്റ് കണക്ക് വരുമ്പോ ഡീൽ ചെയ്യണ വേണ്ട. അതിഥിമാരെ സൽക്കരിക്കാൻ എന്റെ ഭാര്യ പോയിട്ടേ ഉള്ളൂ. പിന്നൊരു കാര്യം, ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയെ കണ്ട് പഠിക്കണം. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ക്രിസ്മസിന് കിട്ടിയ 1 ലോഡ് കേക്കിന്റെ മിച്ചോട് ഇത്. അത് പൂത്തിട്ടും നിങ്ങളെ കൊണ്ട് അവിടെ തീറ്റിച്ചില്ലേ? അങ്ങനെ കേട്ടാ, അങ്ങനെ നമ്മൾ സാധനങ്ങൾ വിറ്റഴിക്കണം. പഴയതൊന്നും കളയരുത്, അത് ചെലവാകും. ഇനി ഞാൻ എന്റെ കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ കടയുടെ ലാഭനഷ്ട കണക്കിലോട്ട് പോവാം. ലാഭം അറിയണം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം.
ഇത് എന്താണെന്ന് മനസ്സിലായോ? പരിപ്പോട. ഇത് എന്താണെന്ന് മനസ്സിലായോ? സമൂസ. നിങ്ങൾ ഇങ്ങനെ ഗാഢമായിട്ട് ചിന്തിക്കണ്ട. ഇത് പരിപ്പോടെ സമൂസയല്ല, ഇതൊരു റൗണ്ട്, ഇതൊരു ത്രികോണം. ഓക്കെ. ഇതാണ് നിങ്ങളുടെ കട. അതിന്റെ മുകളിൽ 2 LED വാളുകൾ നമ്മൾ ഇങ്ങനെ വെക്കുന്നു. അവിടെ പേര് കാണാൻ വേണ്ടി. ആ പിന്നെ നമ്മൾ ഒരുപാട് കോംബോ ഓഫറുകൾ കൊടുക്കുന്നു. ഇത് കണ്ട് ഒരാൾ വന്നെന്നിരിക്കട്ടെ, അയാൾ പോയി ഒരുപാട് പേരെടുത്ത് പറയും. പിന്നെ ഈ സൈഡിൽ നിന്ന് ആൾക്കാർ ഇടിച്ചു കയറും, ഈ സൈഡിൽ നിന്ന് ആൾക്കാർ ഇടിച്ചു കയറും. ഡെലിവറി ബോയ്. ഡെലിവറി ബോയ് ആണല്ലോ ഈ വരുന്നത്. ഇവിടെ കൊണ്ട് അവർ ബൈക്കുകൾ വെക്കുന്നു. പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് 3.5 ദിവസം കൊണ്ട് 3 ലക്ഷം രൂപ ലാഭം. 3 ലക്ഷം. പൈസ കൂടിയാലും തൊട്ടി സ്വഭാവത്തിന് മാറ്റമില്ല. അപ്പൊ ഒരാഴ്ച കൊണ്ട് എത്രയാണ്? 6 ലക്ഷം രൂപ. അങ്ങനെ നിങ്ങൾ ഉയർന്നുയർന്ന് ഉയരങ്ങളിലോട്ട് പോകും. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞങ്ങളുടെ കടയെ വേസ്റ്റ് ചെയ്യാൻ വരുന്ന ചക്കിപ്പൂച്ച. അതായത് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ഒരാഴ്ച 6 ലക്ഷം ആവുമ്പോൾ 1 വർഷം നിങ്ങൾക്ക് 3 കോടി രൂപ വരുമാനം. 3 കോടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ബെൻസ് കാറി വരുവാ. ഈ കടന് ഇത്ര വരുമാനം ഉണ്ടായിട്ടാണ്. അതല്ല എന്റെ ക്യാഷിൽ ഇരുത്താത്തതല്ലേ? എടാ നിന്നെ ഞാൻ എങ്ങനെ ക്യാഷ് എടുത്തോളാം? ഞാനല്ലേ ചേട്ടാ, ഞാനല്ലേ മൂത്തത്. മൂത്താണെങ്കിൽ വീട്ടിൽ പോയിരിക്കും. നിങ്ങൾ എന്ത് ബഹളം ഉണ്ടാക്കുന്നത്? ഒന്നാമത് ഇവിടെ മീറ്റിംഗ് ഇടയ്ക്കാണ് ഞങ്ങളുടെ ബിസിനസിന്റെ. നിങ്ങൾ ലാഭം ഉണ്ടാക്കി തന്നല്ലോ, നിങ്ങളുടെ കാര്യം കഴിച്ചു ഇറങ്ങി. ഞങ്ങളുടെ ഓഫീസിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കറക്റ്റ് കണക്ക്. ഒന്നും പറയണ്ട. എടാ കണക്കുകളല്ലേ ഇവിടെ നിരത്തിയിട്ട് പോയാ മതി. എടാ നീ നിന്റെ പെണ്ണുമ്പോഴും നിന്റെ മക്കളും വന്ന് തിന്നന്റെ കാഴ്ച എനിക്ക് ഇപ്പോഴും തരാൻ. നിങ്ങളുടെ ഹോട്ടലിൽ ഫുഡ് ഇൻസ്പെക്ടറിന്റെ ഇൻസ്പെക്ഷൻ വന്നിരിക്കുന്നു. ആര് പറഞ്ഞിട്ട്? ഞാൻ വിളിച്ചു പറഞ്ഞിട്ട്. എന്ത്? നിങ്ങളെ മോട്ടിവേഷൻ ചെയ്ത് നിങ്ങളെ ബിസിനസ് ഉയർത്താൻ അറിയാമെങ്കിൽ നിങ്ങളെ ഫോൺ ചെയ്ത് താഴ്ത്താനും എനിക്കറിയാം. ചെയ്യേണ്ട കാര്യമായിരുന്നു. എന്റെ ബിസിനസ് പൊളിക്കാൻ നോക്കിയാ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞങ്ങൾ റോക്കറ്റ് ബ്രദേഴ്സ് വെള്ളത്തിൽ മുങ്ങിപ്പോയി. എടാ അനിയാ, എടാ മോട്ടിവേഷൻ എന്താന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായി. മോട്ടിവേഷൻ കൊണ്ട് വന്നത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി. മഞ്ജു സാറേ, എന്തോ പരാതിയൊക്കെ എഴുതി കഴിഞ്ഞോ? ഇല്ല, ഇപ്പൊ കഴിയും. സാധാരണ പോലീസുകാർക്ക് എല്ലാരും പരാതി എഴുതി തരുന്നത്, ഇത് പോലീസുകാരായിട്ട് പരാതി എഴുതുക. എന്തൊരു കഷ്ടം. കാണിച്ച ഞാൻ നോക്കട്ടെ. ബഹുമാനപ്പെട്ട പോലീസ് മൂദേവി. എന്റെ സാർ അതിങ്ങോട്ട് എടുക്കുക, ഞാൻ വായിച്ചോളാം. ബഹുമാനപ്പെട്ട പോലീസ് മേധാവി മുൻപാകെ കഷ്ടംകുളങ്ങര പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാർ നൽകുന്ന അപേക്ഷ. ഞങ്ങളുടെ സ്റ്റേഷനിലെ SI ശിവദാസിനെ ദയവായി സ്ഥലം മാറ്റി തരണം. വിവരക്കേടും വെളിവുകേടും മാത്രം കയ്യിലുള്ള ഇയാൾ ഒരു ജൂനിയർ മാൻഡ്രേക്ക് കൂടിയാണ്. ഇരുന്നാൽ ഇരിക്കുന്നിടം മുടിയും. ആയതിനാൽ എന്തെങ്കിലും നടപടി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. അപേക്ഷയുള്ള സത്യം പറഞ്ഞ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ജോലിയെ കൂടി രാജിവെക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പൊ എന്താ പണിയില്ലാണ്ട് വീട്ടിലിരിക്കോ? അങ്ങനത്തെ പുറകെ മുട്ടം പണി കിട്ടുന്നതിന് നല്ലതല്ലേ പണിയില്ലാണ്ട് വീട്ടിലിരിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളിതേ പിച്ചപ്പാത്രം എടുത്ത് തെണ്ടി തെണ്ടി തെണ്ടി. അയ്യോ വരുന്നുണ്ടല്ലോ. ആര് തെണ്ടിയോ? അല്ലെന്ന് നമ്മുടെ SI സാറ് ജൂനിയർ മാൻഡ്രേക്ക്. അയ്യോ എന്റെ ദൈവം, എന്നെ തൊപ്പി. എന്താണ് എന്നെ കണ്ടപ്പോ രണ്ടുപേരും കൂടി കണ്ടുപോത്തി കളിക്കണത്? സല്യൂട്ട് അടിച്ചതല്ലേ സാർ? സല്യൂട്ട് അടിച്ചതാണ്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ കാണിക്കണ്ട, കണ്ട് ബോറടിച്ച്. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യണം. ഇനി ചെയ്യാം സാർ കേട്ടോ, കൃത്യമായിട്ട് ചെയ്തോണം കേട്ടോ. അയ്യോ അയ്യോ, എന്താ പുറത്തൊരു ശബ്ദം കേട്ടത്? അവിടുന്ന്. അയ്യോ, ഞാൻ കൊണ്ടുവന്ന ജീപ്പ് ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ല. ഇപ്പൊ ആ മതിലിടിച്ച് സ്റ്റേഷനിൽ കാല് കുത്തി അപ്പൊ തന്നെ സ്റ്റേഷനിലെ ജീപ്പ് പിടിച്ച്. എന്തൊരു കഷ്ടമാണ് ഇത് സാറെ. വണ്ടി കൊണ്ടുവന്ന് ചവിട്ടുമ്പോ തന്നെ ഹാൻഡ് ബ്രേക്കിലുണ്ട്. അത് കൊള്ളാല്ല. താനല്ലേ ഇന്നലെ വൈകിട്ട് ജീപ്പ് കൊണ്ടുപോയത്? അപ്പൊ താനല്ലേ ഹാൻഡ് ബ്രേക്ക് ഇടുന്നത്? ഇന്നലെ താൻ ചെയ്ത കുറ്റം ഇന്ന് എന്റെ തലയിൽ കെട്ടിവെക്കാണ്. എന്റെ മിസ്റ്റേക്കാ. അങ്ങനെ തെറ്റ് കണ്ടാ സമ്മതിക്കണം. അയ്യോ എന്റെ പൊന്ന് സാറേ, സാർ എന്താ ഇങ്ങനെ?
തൊടുന്നതെല്ലാം പ്രശ്നമാണല്ലോ. എന്റെ പൊന്നു മനസ്സ് സാറേ, ഇത് ഞാൻ ചെയ്യണതാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോ ഇങ്ങനെയൊക്കെ വന്ന് സംഭവിക്കും. അതെന്റെ കുറ്റം കൊണ്ടാണ്. അല്ല, ഞങ്ങളെ കുറ്റം കൊണ്ടാ സാർ. ഇന്നലെ സാർ ആ പുളിമൂട് ജംഗ്ഷനിൽ ട്രാഫിക്കിൽ നിന്നായിരുന്നാ? അത് ഞാൻ പോയായിരുന്നു. അത് പിന്നെ സാറേ, അവിടെ ഒരു 4-4:30 ആയി കഴിയുമ്പോഴേ അവിടെ ഭയങ്കര ബ്ലോക്കാ. അത് ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പോയതാ. സാറിന്റെ കൺട്രോൾ കാരണേ 7 വണ്ടിയുടെ കൺട്രോളും തെറ്റി അവിടെ എത്ര വണ്ടികൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് സാറിന് അറിയോ? അയ്യോ, അത് എന്റെ കുറ്റം കൊണ്ടല്ല. ഞാൻ കൃത്യമായിട്ട് ഇവിടെ നിന്നുള്ള വണ്ടികൾ ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് എന്റെ പുറത്തൊരു കൊതുക് അടിച്ചപ്പോ ഞാൻ ഇങ്ങനെ അടിച്ചു. അവിടെ ഉള്ള കമ്പേക്ക് വണ്ടികൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് മുട്ടടിയിടി. ലാസ്റ്റ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെ ആയിരുന്നില്ലേ. പിന്നെ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല, രക്ഷപ്പെട്ട്. പിന്നെ എത്ര പേരാ ഹോസ്പിറ്റലിൽ കിടക്കണത്? അയ്യാ, അവരുടെ കാര്യമല്ലേ പറഞ്ഞത്. എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടല്ല. ദൈവത്തെ ഓർത്ത് സാറ് ഈ സ്റ്റേഷനിൽ ഒരു പരിപാടിയും ചെയ്യാണ്ട് ആ മൂലയ്ക്ക് അങ്ങനെ പോയി ഇരുന്ന് തരാവോ? എന്നാ ഓക്കെ, ഇന്ന് മാത്രം ഞാൻ ഒരു പണിയും ചെയ്യണില്ല. ഇന്ന് ആര് വന്നാലും അത് നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തോളാം. ഓക്കെ അല്ലേ? സാറേ, രാവിലെ ഒരു പരാതിക്കാരൻ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഞാനില്ലെന്ന് പറ. ഞാനുണ്ടെന്ന് പറഞ്ഞു. താനുണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാനുണ്ടെന്ന് പറഞ്ഞില്ല. എന്റെ സാറേ, സാർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന്. പറഞ്ഞു പോയില്ലേ? കേറി വരാൻ പറ. കേറി വാടോ. സാറേ, സാറ് പറഞ്ഞോ സാറേ? സാറും പറഞ്ഞോ? നിങ്ങൾ എല്ലാവരും പറഞ്ഞോ സാറേ? പരാതിക്കാരനല്ല, പുള്ളി കല്യാണം വിളിക്കാൻ വന്നതാ. അയ്യോ സാറേ, കല്യാണം വിളിക്കാൻ വന്നതല്ല, എന്റെ വീട്ടിൽ കള്ളം കയറി സാറേ. നിങ്ങൾ എല്ലാവരും മരണം. പിന്നെ ഞങ്ങൾ എല്ലാവരും വന്ന് കാണാനായിട്ട് കള്ളനല്ലേ കയറിയത്, അല്ലാതെ സെലിബ്രേറ്റ് അല്ല വന്നത്. സാറേ ഒന്ന് വന്ന് അന്വേഷിക്കും സാറേ. എന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാ മോഷണം പോയത്? എത്ര പവൻ പോയി കാണും? ആകെ ഒരു പവനെ ഉണ്ടായിരുന്നുള്ളൂ, അത് പോയി സാറേ. ചീഞ്ഞ കേസ്. ഈ വഴി പവൻ പോയി ഞാൻ ഇവിടെ രക്ഷ അടിക്കണത്. ഈ ഒരു പവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് 2 മക്കളാണ്, അതിൽ മൂത്തവന്റെ പേരാണ് പവൻ. ആ പവനെയാണ് കാണാനില്ലാതായത്. അപ്പൊ ഇളയവന്റെ പേര് ഗ്രാമം ആയിരിക്കുമല്ലേ? മൂത്തവൻ ഒരു പവൻ ഉണ്ടെങ്കിൽ ഇളയവൻ ഒരു ഗ്രാമെങ്കിലും വേണ്ട. പൊന്നു സാറേ, ഒന്ന് വന്ന് അന്വേഷിക്കും സാറേ. സാറേ, ഇത് നിസ്സാര സംഭവം അല്ല, മാൻ മിസ്സിംഗ് ആണ്, അന്വേഷിച്ചേ പറ്റുള്ളൂ. കാര്യം ചെയ്യാം, ഞാൻ പോയി അന്വേഷിക്കാം, പക്ഷെ നിങ്ങൾക്കത് മിസ് ചെയ്യും. എന്റെ പൊന്ന് സാറേ, കുറച്ച് സമയത്തേക്കല്ലേ സാറിന് ഞങ്ങൾക്ക് മിസ് ചെയ്യുള്ളൂ. അത് പ്രശ്നമില്ല, സാർ പോയിട്ട് വാ. എന്നെ മിസ് ചെയ്യണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ പോയി എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 3 പേരുടെ ജോലി മിസ്സാവും. ആണില്ല, അപ്പൊ പോണോ? അപ്പൊ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇങ്ങോട്ട് വന്നേ. ഏകദേശം എത്ര മണിയായിട്ടുണ്ടാവും മോനെ കാണാതായിട്ട്? ഇന്നലെ ഏകദേശം ഒരു രാത്രി 8:30-9 മണിക്കിടയിലാണ് മോനെ കാണാതായത്. അത് താൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കാനുള്ള കാരണം? ഞാൻ ഭാര്യയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഭാര്യയായിട്ട് സംസാരിക്കുന്ന കാര്യം ആരെങ്കിലും ഓർത്ത് വെക്കുള്ളൂ? മറ്റൊരാളുടെ ഭാര്യയുമായിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഹലോ, ഫോൺ വന്നതിന് ഇങ്ങനെ കൊഞ്ഞനെ കുത്തി കാണിക്കണ മോനെ ആരോ കിഡ്നാപ്പ് ചെയ്താ സാറേ. കിഡ്നാപ്പറാ വിളിച്ചോണ്ടിരിക്കണ. അയ്യോ, ലൗഡ് സ്പീക്കറാണ്. നിങ്ങളുടെ മകൻ പവൻകുമാറിനെ വിട്ടു തന്നെങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ തന്നെ തരാം. 1 ലക്ഷം രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. എന്റെ മോനെ ഒന്നും ചെയ്യരുത്. പോലീസിനെ അറിയിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മകന്റെ ജീവന് തന്നെ ആപത്താണ്. കോമഡിയാണോ പറഞ്ഞിങ്ങനെ ചിരിക്കാൻ? നീ കോമഡിയാണോ ത്രില്ലറാണോ ഇപ്പൊ കാണാം നമുക്ക്. ഹലോ മിസ്റ്റർ കിഡ്നാപ്പർ, ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ കഷ്ടംകൊള്ളൂല്ല. കഷ്ടംകുളങ്ങര പോലീസ് സ്റ്റേഷനിലെ SI ശിവദാസ്. അത് ശിവദാസ്. നിനക്കെന്താ ശരിക്കും അറിയില്ല. ഞാൻ ഈ കേസിലെങ്ങാനും വന്ന് ഇടപെട്ട ഇത് മൊത്തം കൊളോകും. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാണ്, ആ കൊച്ചിനെ നീ എത്രയും പെട്ടെന്ന് വിട്ടുകൊടുത്തോ, ഇല്ലെങ്കിൽ നിന്നെ അവിടെ പൂട്ടും. പോലീസിനെ അറിയിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിയിച്ചു. അറിയിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ മകനെ വിട്ടു തന്നെങ്കിൽ 1 ലക്ഷം പോരാ, 5 ലക്ഷം തന്നെ. ഓക്കെടാ, എന്നാ ഞാൻ പറഞ്ഞ് കയറ്റി വെച്ചിട്ടുണ്ട്. 1 ലക്ഷം എന്നുള്ളത് 5 ലക്ഷം ഞാൻ പറഞ്ഞ് കയറ്റി വെച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുത്തത്. ഇപ്പൊ സാറ് പറഞ്ഞ 4 ലക്ഷം കൂടി കൂട്ടി. 1 ലക്ഷം രൂപ ഞാൻ ഒപ്പിക്കാം, ബാക്കി 4 ലക്ഷം രൂപ സാർ ഒപ്പിച്ചു തരണം. അയ്യോ, സാർ ഒപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ. 4 ലക്ഷം പിന്നെ വേണം. ഒരു കാര്യം ചെയ്യും, ഒരു 2 ലക്ഷം ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ
വെറുതെ തപ്പി പിടിച്ചൊപ്പിക്കാം. ബാക്കി ഒരേ ലക്ഷം നിങ്ങൾ രണ്ടുപേരും കൊടുക്കും. എന്തിന്? സാറ് തന്നെയാണോ ഫോൺ പിടിച്ചു വാങ്ങിച്ച് സംസാരിച്ചത്? അങ്ങോട്ട് കൊടുത്താ മതി. ഈ 4 ലക്ഷം ഞാൻ എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കും? ചിട്ടി പിടിക്കുന്നേ കിട്ടിയില്ല. കിട്ടിയില്ലേ? അതിൽ ഒരെണ്ണെടുത്ത് അങ്ങോട്ട് വിക്കി. മൂത്തമ്മളുടെ കല്യാണത്തിന് മാറ്റി വെച്ചാക്കുന്നതാ. പിന്നെ മൊത്തത്തിൽ എത്ര പവൻ കാണും? ആകെ ഒരു പവനല്ലേ ഉണ്ടായുള്ളൂ എന്റെ മോൻ. അവനല്ലേ അവര് കൊണ്ടുപോയത്. ഞാനതല്ലേ ചോദിച്ചത്. തന്റെ ഭാര്യയുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ആയിട്ട് എത്ര പവൻ കാണും? എന്തിനാ? പൈസ കൊടുക്കണ്ടേ പുള്ളിക്ക് വിൽക്കണം? അയ്യാ, സാർ ഉണ്ടാക്കി വെച്ച കടത്തിന് ഞാൻ എന്റെ ഭാര്യയുടെ സ്വർണം വിട്ട് കടം വിടണം. അതൊന്നും പറ്റൂല. മര്യാദക്ക് സാറ് തന്നെ കാശ് ഒപ്പിച്ചിടണോ? അതെ, എനിക്കൊരു പരാതി എഴുതാനുണ്ട്. എന്ത് പരാതിയുള്ളത്? അതായത് കേവലം 1 ലക്ഷം രൂപ മാത്രം കടക്കാരനായിരുന്ന എന്നെ പറഞ്ഞു പറ്റിച്ച് 5 ലക്ഷം രൂപ കടക്കാരനാക്കിയ SI ശിവദാസിനെതിരെ ഒരു പരാതി. എഴുതണ കാര്യം ഞാൻ എഴുതി, താൻ ഒപ്പിടൂ. മഞ്ജു സാറേ, എന്തോ ഒരു ഉത്സാഹം എന്നെ കൊല കൊടുക്കാനായിട്ട്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഇല്ല സാറേ. മഞ്ജു സാറേ എഴുതല്ലേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എനിക്ക് പറ്റത്തില്ല സാറേ. രക്ഷിക്കണം സാറേ, രക്ഷിക്കണം സാറേ, രക്ഷിക്കണം സാറേ, രക്ഷിക്കണം സാറേ. രക്ഷിക്കോളോ? രക്ഷിക്കണമല്ല, എന്നെ രക്ഷിക്കണം സാറേ. ബാക്കിയുള്ളവരും ഇവിടുന്ന് രക്ഷപ്പെടാൻ പെടാപ്പാട് കൊടുക്കുക. അതിന്റെ ഇടയ്ക്ക് ഇവനെ രക്ഷിക്കണമെന്ന്. സാറേ ഞാൻ പറഞ്ഞ ആദ്യം ഒന്ന് കേക്ക്. ഞാൻ പറയണ്ടേ? പറയൂ. ഞാനൊരാളെ കുത്തി. അയ്യോ, അടിച്ചതിലും വലുതാണ് നമ്മുടെ കയ്യിലിരിക്കണത്. സാറേ നിസാര കേസല്ല, മർഡർ കേസാണ്. സാറേ ജീപ്പ് എടുക്ക്, നമുക്ക് പോയി അന്വേഷിക്കാം. ഗുളിയും ചെയ്യേണ്ടത് എന്റെ അടുത്ത്. പിന്നെ എന്തിനാണ്? ജീപ്പ് മതിലേ കയറിയിരിക്കാം. മതിൽ വിളിച്ചിട്ട് വേണം ജീപ്പ് എടുക്കാൻ. ഈ കാള പറ്റുന്നറിയുമ്പോ തന്നെ ജീപ്പ് എടുക്കല്ലേ? കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. ചോദിക്ക്. അതെ, കുത്തിയ ആള് മരിച്ചോ? കുത്തിയാണ് ഞാനല്ലേ, ഞാൻ മരിച്ചിട്ടില്ല. എടോ, കുത്തേറ്റ ആള് മരിച്ചോന്ന്? ഇതേവരെ മരിച്ചിട്ടില്ല. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന രക്ഷപ്പെടും സാറേ. താൻ ആരെ കുത്തിയത്? എന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ, എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് സാറേ ഞാൻ കുത്തിയത്. എന്റെ ആത്മാർത്ഥ സുഹൃത്ത് റിജുവിനാണ് സാറേ ഞാൻ കുത്തിയത്. ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി, ഇടിയായി. എനിക്ക് ദേഷ്യം കൊണ്ട് കത്തി കൊടുത്ത് ഒറ്റ കുത്തു കൊടുത്ത്. സാറേ, സാറൊരു കാര്യം അറിയോ? എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനേ ഉള്ളു. അവനെന്തെങ്കിലും സംഭവിച്ച ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കത്തില്ല. ആത്മാർത്ഥ സുഹൃത്തിന്റെ നെഞ്ചത്ത് കത്തിയേറ്റിട്ട് സെന്റിമെന്റ്സ് വർക്കൗട്ട് നോക്കാൻ നോക്കേ നാറി. സാറെ നോക്കിക്കാതെ നമുക്ക് അന്വേഷിക്കണ്ടേ? ഞാൻ അന്വേഷിക്കില്ല. അതെ, അതേ 4 ലക്ഷത്തിന്റെ ആള് വന്നത്. കാശൊപ്പിക്കണ്ടേ? കൊച്ചിനിറക്കണ്ടേ? കാശൊപ്പിക്കണേ? കൊച്ചിനിറക്കാനായിട്ട് കൊച്ചു വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കണം. 5 ലക്ഷം രൂപ ഒപ്പിച്ചു കൊടുക്കണ്ട. സാറിന് ഇത്ര വലിയ കാശുണ്ട്? എവിടെന്നെങ്കിലും ഒപ്പിച്ചു കൊടുക്കല്ലേ? ഞാനിപ്പോ എന്ത് ചെയ്യാനായിട്ട്? എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ റിജുവിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അയ്യോ, മിക്കവാറും ഞാനിന്ന് അയ്യോ ഒട്ടും തീരുമാനം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ എനിക്ക് തീരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സമയം വേണ്ടേ? സാറിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. അത് പറ. ഈ 5 ലക്ഷം രൂപ ഒപ്പിക്കാനും എന്റെ കൊച്ചിനെ രക്ഷിക്കാനും പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേഷനിൽ കെട്ടി തൂങ്ങും. ഞാനും തൂങ്ങും. ഞങ്ങളും തൂങ്ങും. എന്റെ കൊച്ചിന്റെ കാര്യത്തിന് നിങ്ങൾ എല്ലാവരും കൂടി തൂങ്ങണതിനാ? എടോ, അതല്ല, ഞാനിവിടെ കയറി തൂങ്ങിക്കഴിഞ്ഞാണെങ്കിൽ ആ കേസിൽ ഞങ്ങൾ 3 പേരും തൂങ്ങും. അല്ലേലും തൂങ്ങും. ഞാൻ ഒരാളെ കുത്തിയിട്ട് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇൻഫർമേഷൻ തന്നതാണ്. അതിന് നിങ്ങൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ എല്ലാവരുടെ പേര് ഞാനൊരു കേസ് കൊടുക്കും. ഓക്കെ സാറേ, എന്റെ മോനെ രക്ഷപ്പെട്ട്. പൈസ കിട്ടിയതല്ലേ? എന്റെ പൊന്ന് സാറേ, സാർ ഒരു അത്ഭുത ജീവിയാണ്. സാറ് സംസാരിച്ചില്ലേ മറ്റേ കിഡ്നാപ്പറായിട്ട്? എന്താണെന്ന് അറിയാൻ പാടില്ല. സാറ് സംസാരിച്ച് അങ്ങ് കട്ട് ചെയ്തതും അവന്റെ തലയിൽ ഒരു വലിയ തേങ്ങ വീണ് പോയി. എന്റെ മൊത്തം ഓടി രക്ഷപ്പെട്ട്. അപ്പൊ താങ്ക് യു സാറേ. ഓക്കെ. അങ്ങനെ എന്റെ തലേന്ന് ഒരു കേസ് പോയേ. ഇവന്റെ കാര്യം ഇങ്ങോട്ട് വന്നേ. പിന്നെ നീ കുത്തിയ ആള് മരിച്ചോ? ഇതുവരെ മരിച്ചു കാണത്തില്ല സാറേ. ഇല്ല. അവന്റെ നമ്പർ ഉണ്ടാ? ഉണ്ടോ സാർ? നമ്പർ ഒന്ന് തന്നെ. 7902719975. ബെല്ലുണ്ട്, അപ്പൊ ഫോണിൽ എത്തട്ടില്ല. ഹലോ, കുത്തുകൊണ്ട റിജു അല്ലേ? മോൻ മരിച്ചായിരുന്നു? അവൻ മരിച്ചു. അപ്പൊ സാറ് കുടുങ്ങി. അതെങ്ങനെ? ഈ മരിച്ചവന്റെ ഫോണിലേക്ക് അവസാനം വെച്ചെന്ന കോള് സാറിന്റെ ഫോണിൽ നിന്നാ. അപ്പൊ സാറ് തന്നെ കൊലപാതകി. സാറ് പെട്ടു സാറേ. ഞാനോ?
അല്ലല്ല ഇതെങ്ങനെ ശരിയാവും? ഈ മരിച്ചവൻ അറിയാലോ സത്യസന്ധത, അവരോട് ചോദിച്ചാ പോരെ? അതേലേ ഇവർ രണ്ടുപേരില്ലേ, ഇവർക്കറിയാലോ സത്യമായിട്ടുള്ള കാര്യങ്ങള്, ഇവര് പറഞ്ഞോളും. ഞങ്ങള് പറയത്തില്ലെങ്കിലോ? അതെന്താ നിങ്ങൾ പറയാത്തത്? സാറിന് കൂട്ടം നിന്നിട്ട് വേണം ഞങ്ങളെ കൂട്ടപ്രതികളായിട്ട് കൊണ്ടുപോവാൻ. അയ്യോ അപ്പൊ പിന്നെ ഞാനെന്ത് ചെയ്യും? സാറിന് കാര്യം ചെയ്യ്. അവന്റെ കയ്യിരിക്കുന്ന കത്തി സാറ് പിടിച്ച്. എന്ത് കാര്യത്തിന്? എന്റെ സാറേ, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വരുമ്പോ തെളിവില്ലാണ്ടായി പോത്തില്ലേ? അത് ശരിയാണല്ല, ഇല്ലെങ്കിൽ ആ തെളിവ് നശിപ്പിച്ചെന്നുള്ള കേസ് കൂടി എന്റെ തലക്ക് ഇട്ട് വെക്കും. നിങ്ങൾ കണ്ടേ? ഇനി പറ, ഞാൻ നിരപരാധിയല്ലേ? അല്ല ഇപ്പൊ ഇതിനെ സല്യൂട്ട് അടിച്ചത്? സല്യൂട്ട് അടിച്ചതല്ല, പിന്നെ ഞങ്ങൾക്ക് തന്നെ ഇനി കാണണ്ട. ചുമ്മാ നാണം കൊണ്ടാ. അയ്യ ഓക്കെ, ഗെയിമിലേക്ക് പോവാം. എന്റെ സൗണ്ട് പോയി തുടങ്ങിട്ടോ. അത്രയ്ക്ക് നല്ല എപ്പിസോഡ്സ് വരുമ്പോഴാണ് എന്റെ സൗണ്ട് ലാസ്റ്റ് ആകുമ്പോ പോകുന്നത്. നിന്റെ മറ്റേ ബ്ലഡ് വരുന്നില്ല എനിക്ക്. ശരി, ഈ ഗെയിം എന്ന് പറയുന്നത് അവിടെ ബ്ലൂ ആൻഡ് ഇവിടെ യെല്ലോ ചെറിയ ചെറിയ ബോളുകളുണ്ട്. ഈ ബോളുകൾ അവിടുന്ന് ഉരുട്ട, എന്നിട്ട് ഈ കറക്റ്റ് ഹോളിൽ കൂടെ വീഴുക. അപ്പൊ ആരുടെ ബോൾസ് ആണ് ഏറ്റവും കൂടുതൽ വീഴുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് അറ്റ് എ ടൈം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ മത്സരിക്കുന്നത്. ഒരാളല്ല അവിടുന്ന് മെല്ലെ വിട്ടതിലേക്ക് വീഴ്ത്തേണ്ടത്. ഓപ്പോസിറ്റ് രണ്ടുപേരിൽ നിന്നായിരിക്കും മത്സരിക്കുന്നത്. മഞ്ഞ ഡ്രസ് ഇട്ട് വന്നിരിക്കുന്ന മഞ്ഞക്കുട്ടി തന്നെ ആദ്യം മഞ്ഞയിൽ നിന്നും തുടങ്ങട്ടെ. അങ്ങനെയാണെങ്കിൽ നീല ആരും ഇട്ടിട്ടില്ലല്ലോ. അത് നീലയല്ല, വയലറ്റാ. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യോ? അല്ല, ഞങ്ങളുടെ ടീമല്ലേ. ഓക്കെ, അറിയാലോ, രണ്ടുപേരും ഒരേ സമയത്തായിരിക്കും അവിടുന്ന് വിടേണ്ടത്. ഓക്കെ, അപ്പൊ നീയല്ലേ ടിപ്പ് പറഞ്ഞു ഒരേ സമയത്ത്? പന്ത്രണ്ടാരുണ്ടല്ലേ അടി കൂടെ? പിന്നെ വേറെ നമുക്കാണ് ഭാഗ്യം, ഇറക്കം ഇങ്ങോട്ടാണ്. എനിക്ക് സ്ഥലം ചേട്ടാ. അയ്യോ എന്റെ ദൈവമേ, ഇല്ലടാ, ഞാൻ അങ്ങനെ ചെയ്യുവോ? ആ അത് കാസർഗോഡത്തുള്ള ആരോ മാർക്കെന്ന് പറഞ്ഞ് അങ്ങോട്ടും നിറഞ്ഞോളാം. Ready? ഇങ്ങോട്ട് തന്നെ അറിയണം. റെഡി? ഒരു കാസർഗോഡും ട്രിവാൻഡ്രം. എറണാകുളത്ത് ഇടിച്ചു നിൽക്കരുത്. Your time starts now. ഇല്ല, മഞ്ഞ ബോൾ അവരുടെ വീടിരിക്കുകയാണ്. മഞ്ഞ നീല വീഴോ ഇല്ലയോ? മഞ്ഞ ഇല്ല, നീല എത്തിയിട്ടില്ല. മഞ്ഞ സൈഡിൽ കൂടെ പോകുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അതാ നീല നീലയും മഞ്ഞയും. നീല ഇല്ല, നീലയും മഞ്ഞ ഒരേപോലെ വീണിരിക്കുകയാണ്. ഇപ്പോൾ 1:1 എന്നാണ് സ്കോർ നിൽക്കുന്നത്. ഇല്ല, നീല ഹോളിൽ കൂടെ പോകുന്നതല്ലാണ്ട് വീഴുന്നില്ല. പക്ഷേ മഞ്ഞ രണ്ടാമത് വീണിരിക്കുകയാണ്. നീല വീണില്ല, നീല വീഴുന്നില്ല. നീല 2:2. കഴിഞ്ഞു. അയ്യോ, ഗുഡ് വൺ. 2:2. അതായത് 2 മഞ്ഞ ബോളും 2 നീല ബോളും. ബാ, ഗെയിം വീണ്ടും റെഡി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്മള് എല്ലാം ഒരുപോലെയാണ് കേട്ടോ. ആ പോണ് ആരിട്ടു? തനി വീണതാണോ? നിങ്ങൾ കളിക്കുന്നില്ലേ? ഒരെണ്ണം പോലും വീഴുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ. പക്ഷെ മഞ്ഞ, ഞാൻ കയ്യച്ചോണ്ടാണ് കേൾക്കുക. അതാ മഞ്ഞ. That was a chance to fall. Again, so close. No, മഞ്ഞ വരട്ടെ. നീലയൊന്ന് അതാ നീലയൊന്ന് സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. മഞ്ഞ അറ്റത്തൂടെ പോകുന്നല്ലാണ്ട് വീഴുന്നില്ല. മഞ്ഞ തട്ടി കളയുന്നു. മഞ്ഞ ഒരു ലെക്ക് ലെവലും ഇല്ലാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞ യെല്ലോ വേഴ്സസ് ബ്ലൂ ഗെയിമിൽ 1:1 എന്നുള്ള സ്കോറിലാണ് നിൽക്കുന്നത്. അതാ വാശിയേറിയ മത്സരത്തിൽ റിസൾട്ട് ഇതാ ഞാൻ കാണിക്കാൻ പോവുകയാണ്. 3 ബോൾ ജയിച്ചിരിക്കുന്നത്. ഇനി വാർത്ത ശ്വേതാ മേനോൻ വേഴ്സസ് സെലീന പടിക്കൽ. അത് പിടി അങ്ങോട്ട്. എന്തിന് ഇനി അതിന് കളിക്കാനില്ലല്ലോ. എന്റെ ഊത്തൊന്നും അത്ര ഇതില്ല, ശക്തിയില്ല. നല്ല കറക്റ്റ് ആയിട്ട് എല്ലാരും. ചേച്ചി ചിലപ്പോ പോയിട്ട് വരൂടാ, വിടടാ. ആശ്ചര്യ മഞ്ഞവാൾ ഉരുണ്ടുകൊണ്ട് മഞ്ഞബോളും നീലബോളും മൂന്നോളം എവറോളിംഗ് ട്രോഫികൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുള്ള എലീന പടിക്കൽ വീണ്ടും നാരങ്ങ പിഴിയുന്ന ലാഘവത്തോടു കൂടി. എവിടെ? അയ്യോ, കറക്റ്റ് ആയിട്ട് നാക്ക് കിട്ടിയതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ കൂടെ പോയി. ഇല്ല, പോയില്ല, ഇനി കിട്ടില്ല.
പ്രേക്ഷകരെ നോക്കാം 1:1 ഇതിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുമിച്ചാണ് നമ്മൾ വിടാൻ പോകുന്നത്. 1 2 3 ഗോ. പറ്റില്ല, അത് പറ്റില്ല. That's okay. I'm happy. Game കഴിഞ്ഞു. എല്ലാ ഗെയിമും കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ വിജയിച്ചിരിക്കുന്ന ആരെന്നുള്ളത് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഒരു വിജയം ഈക്വൽ സൂപ്പർ ഗെയിം. നല്ല സൂപ്പർ ഗെയിം ആയിരുന്നു. ഗെയിം നന്നായി ആസ്വദിച്ച് കളിച്ചു. ആൻഡ് ഐ തിങ്ക് എവ്രിബഡി എല്ലാരും ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡിലായിരുന്നു നമ്മൾ ചെയ്തത്. ഈ കോമ്പറ്റീറ്റീവ് മൈൻഡും വെച്ച് നമുക്ക് പോയി കിടന്ന് ഉറങ്ങി അടുത്ത ദിവസം ഇതുപോലെ ഭാഷ്യേറെ മത്സരമായിട്ട് നമ്മൾ തിരിച്ചു.